ഈ പേപ്പർ 5 അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 എന്ന് പറയുന്നത്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നു കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 എന്ന് പറയുന്നത്. അപ്പോ പോപ്പുലേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ് ആണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് അനിയന്ത്രിതമായിട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺട്രിയെ എന്താണ് മോശമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ആ ഒരു നമ്മൾ പോപ്പുലേഷൻ ഒരു നോർമൽ ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ഈ ഒരു നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഗോൾസും ഒബ്ജക്റ്റീവും ടാർഗറ്റ്സും നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ പോളിസി, അതായത് പോപ്പുലേഷൻ ആ ഒരു നോർമൽ ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റിൽ കൊണ്ടുവന്നത് 1976 ഏപ്രിലാണ്. ഓക്കെ, ഫസ്റ്റ് നാഷണൽ പോപ്പുലേഷൻ പോളിസി ഇന്ത്യയിൽ വന്നത് 1976 ഏപ്രിലാണ്. അപ്പം ഈ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 എന്ന് പറയുന്നത് ഈ ഒരു സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2010 കൂടി ഒരു റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പോപ്പുലേഷൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 കുറച്ചധികം ഡെമോഗ്രാഫിക് ഗോൾസ് ഈ ഒരു 2010 കൂടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് അഡ്രസ് ദ അൺമെറ്റ് നീഡ്സ് ഫോർ ബേസിക് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്, സപ്ലൈസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസിലും അതിന്റെ സപ്ലൈസിലും ഇൻഫ്രാസ്ട്രക്ചറിലും എന്തെങ്കിലും അൺമെറ്റ് നീഡ്സ് ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ മേക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ അപ് ടു ഏജ് 14 ഇയേഴ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി ആൻഡ് റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട്സ് അറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾ ലെവൽസ് ടു ബിലോ 20% ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം 14 വയസ്സ് വരെ അത് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും സൗജന്യമായിട്ടും അതുപോലെ തന്നെ നിർബന്ധിതമാക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, പ്രൈമറി സെക്കൻഡറി സ്കൂൾ ലെവലിലുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വളരെയധികം കൂടുതലാണ്. അത് ബോയ്സിന്റെ കാര്യത്തിലും ഗേൾസിന്റെ കാര്യത്തിലും ഒരു 20% താഴോട്ട് കൊണ്ടുവരണം, അതിലും താഴെ 20% താഴെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അത് 1000 ലൈവ് ബർത്ത് എടുത്തു കഴിഞ്ഞാൽ അത് 30 താഴെ ആക്കുക, അത്രയും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോള്. നാലാമത്തത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, ഒരു 1 lakh ലൈവ് ബർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ 100 താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ഗോൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് ഓൾ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്. നമുക്ക് വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ അത് കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കുക. അതാണ് അഞ്ചാമത്തെ ഗോൾ എന്ന് പറയുന്നത്. ആറാമത്തത് പ്രൊമോട്ട് ഡിലേഡ് മാരേജ് ഫോർ ഗേൾസ് നോട്ട് earlier than age 18 ആൻഡ് പ്രിഫറബിളി ആഫ്റ്റർ 20 years ഓഫ് ഏജ്. നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിലുള്ള മാരേജ് അത് കുറച്ചും കൂടെ അതിന്റെ ഏജ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാരേജിൽ നിർബന്ധിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രിഫറബിളി നമ്മൾ പറയുന്ന ഒരു 20 വയസ്സിന് ശേഷം മാരേജ് നടത്തുക എന്നുള്ള കാര്യമാണ്. ആ ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ ഗോൾ എന്ന് പറയുന്നത്. ഏഴാമത്തത് അച്ചീവ് 80% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് ആൻഡ് 100% ഡെലിവറീസ് ബൈ ട്രെയിൻഡ് പേഴ്സൺസ്. ഏകദേശം ഒരു 80% നമ്മുടെ ഡെലിവറീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതായത് ഹോസ്പിറ്റൽ വഴിയിട്ടുള്ള ഡെലിവറീസ് ആക്കുകയും അതുപോലെ തന്നെ 100% ഡെലിവറീസ് ട്രെയിൻഡ് പേഴ്സൺസിനെ കൊണ്ട്, കറക്റ്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഡെലിവറി നടത്തുക, അതൊരു 100% അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ ഗോൾ എന്ന് പറയുന്നത്. എട്ടാമത്തത് അച്ചീവ് യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ, കൗൺസിലിംഗ് ആൻഡ് സർവീസസ് ഫോർ ഫെർട്ടിലിറ്റി റെഗുലേഷൻ ആൻഡ് കോൺട്രാസെപ്ഷൻ വിത്ത് എ വൈഡ് ബാസ്കറ്റ് ഓഫ് ചോയ്സ്. അപ്പൊ ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ഇൻഫർമേഷൻസ്, കൗൺസിലിംഗ്, സർവീസസ്
കോൺട്രാസെപ്ഷന്റെയും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റെഗുലേഷന്റെയും കാര്യങ്ങൾ ഇവർക്ക് നമ്മുടെ പബ്ലിക്കിന് അതിന്റെ ഇൻഫർമേഷനും കൗൺസിലിങ്ങും സർവീസും ഒക്കെ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് 8ാമത്തെ ഗോൾ എന്ന് പറയുന്നത്. 9ാമത്തത് അച്ചീവ് 100% രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജ് ആൻഡ് പ്രഗ്നൻസി. നമ്മുടെ വൈറ്റൽ ഇവന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം രജിസ്ട്രേഷൻ 100% ആക്കി ഉയർത്തുക. അതായത് മുഴുവനായിട്ടും ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 10ാമത്തത് കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം ആൻഡ് പ്രൊമോട്ട് ഗ്രേറ്റർ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ദ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. നമ്മുടെ നാക്കോ ആയിട്ട്, അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് RTIയുടെയും STIയുടെയും മാനേജ്മെന്റ് നമ്മുടെ എയ്ഡ്സിന്റെ സ്പ്രെഡ് തടയാനുള്ളതുമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്, RTIസും STIസും എയ്ഡ്സിന്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിന്റെ എല്ലാം മാനേജ്മെന്റ് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്, അതുവഴിയിട്ട് എയ്ഡ്സിന്റെ സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ളത്, അതാണ് 10ാമത്തെ ഗോൾ എന്ന് പറയുന്നത്. 11ാമത്തത് പ്രിവെന്റ് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അത് മാക്സിമം പ്രിവെന്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് 11ാമത്തത്. 12ാമത്തത് ഇന്റഗ്രേറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ദ പ്രൊവിഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻ റീച്ചിങ് ഔട്ട് ടു ഹൗസ് ഹോൾഡ്സ്. നമ്മൾ ഈ ഒരു ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുഷിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അപ്പം ഇതും അലോപ്പതി മെഡിസിനും എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസിലും കൂടെ ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഇതിന്റെ എല്ലാം സർവീസസ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് 12ാമത്തെ ഗോള്. 13ാമത്തത് പ്രൊമോട്ട് വിഗറസ്ലി ദ സ്മാൾ ഫാമിലി നോം ടു അച്ചീവ് റീപ്ലേസ്മെന്റ് ലെവൽസ് ഓഫ് TFR. അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്മാൾ ഫാമിലി നോം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് 13ാമത്തെ ഗോൾ എന്ന് പറയുന്നത്. നാം 1, നമുക്ക് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഈ സ്മാൾ ഫാമിലി നോമിന്റെ ഭാഗമായിട്ടാണ്. അത് നമ്മുടെ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനത്തെ ഗോളാണ് ബ്രിങ് അബൌട്ട് കൺവേർജൻസ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിലേറ്റഡ് സോഷ്യൽ സെക്ടർ പ്രോഗ്രാംസ് സോ ദാറ്റ് ഫാമിലി വെൽഫെയർ ബിക്കംസ് എ പീപ്പിൾ സെന്റേഡ് പ്രോഗ്രാം. അതായത് നമുക്ക് നിലവിലുള്ള സോഷ്യൽ സെക്ടർ പ്രോഗ്രാംസിനെ എല്ലാം ഈ ഒരു ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസുമായിട്ട് ചേർക്കുക. അപ്പോൾ ഇത് കൂടുതലും ഒരു പീപ്പിൾ സെന്റേഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് മാറും. കൂടുതലും അവരുടെ ഒരു പാർട്ടിസിപ്പേഷനും കൂടെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു 14 ഗോൾസ് ആണ് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ 8 മുതൽ 14 വരെയുള്ളതും അതുപോലെ തന്നെ 1ാമത്തതും ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ആണ്. ഓക്കെ, ഇതില് 2, 3, 5 ഇത് 3ഉം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 4, 6, 7 അത് മദറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.